തൃക്കൂർ കല്ലൂർ സ്വദേശി സന്ദീപ് റഷ്യയിൽ കൊല്ലപ്പെട്ടെന്ന് റഷ്യൻ സേന സ്ഥിരീകരിച്ചു. ഇക്കാര്യം ഇന്ത്യൻ എംബസി സന്ദീപിന്റെ കുടുംബത്തെ അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി ജില്ലാ കളക്ടർ വഴിയാണ് അറിയിപ്പ് കൈമാറിയത്. റഷ്യൻ സൈന്യത്തിൽ അംഗമായിരുന്നെങ്കിലും സന്ദീപ് കൊല്ലപ്പെട്ടത് യുദ്ധത്തിലാണെന്ന് അറിയിപ്പിൽ സ്ഥിരീകരണമില്ല. കൊല്ലപ്പെട്ട സന്ദീപിന്റെ മൃതദേഹം എംബസി വഴി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സൈന്യത്തിന്റെ അനുമതി മാത്രമാണ് ഇനി വേണ്ടതെന്നും മൃതദേഹം വൈകാതെ നാട്ടിലെത്തിക്കുമെന്നും സൈന്യത്തിന്റെ അനുമതിക്കായി റഷ്യൻ സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും എംബസിയിൽ നിന്ന് അറിയിച്ചു. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രയുടെയും വത്സലയുടെയും മകൻ 36 വയസ്സുള്ള സന്ദീപ് യുക്രൈൻ സേനയുടെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 16-നാണ് ഇതു സംബന്ധിച്ച് റഷ്യയിലുള്ള മലയാളിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നത്. സന്ദീപിനോടൊപ്പം റഷ്യയിൽ എത്തിയവരെയും നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടങ്ങി. കൊടകര കനകമല സ്വദേശി സന്തോഷ് കുമാർ ഉൾപ്പെടെ 3 പേരും നാട്ടിലേക്ക് മടങ്ങാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് എംബസി അധികൃതർ അറിയിച്ചു. സന്ദീപിന്റെ മരണത്തോടെ നാട്ടിലെ ബന്ധുക്കളുടെ സമ്മർദ്ദമാണ് ഇവരുടെ തീരുമാനത്തിന് കാരണം. ഇവരെയും ചാലക്കുടിയിലെ ഏജന്റ് വഴി റഷ്യയിൽ പോയ മറ്റുള്ളവരെയും കണ്ടെത്തി നാട്ടിലേക്ക് അയക്കാനാണ് ശ്രമമെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. ഏപ്രിൽ മാസത്തിൽ റഷ്യയിലേക്ക് പോയ സന്ദീപിന് സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലായിരുന്നു ജോലി. സന്ദീപ് ഉൾപ്പെടെ റഷ്യൻ സേനയിലെ 12 അംഗ പട്രോളിംഗ് സംഘമാണ് ആക്രമിക്കപ്പെട്ടത്. റഷ്യൻ സൈന്യത്തിൽ ചേർന്ന സന്ദീപിന്റെ മൃതദേഹം റസ്തോവിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് എംബസിയിൽ നിന്നുള്ള വിവരം.